ചില മനുഷ്യരും അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ കർമ്മം കൊണ്ടും അവരുടെ പിതാക്കന്മാരുടെ കർമ്മം കൊണ്ടും അവരുടെ ദൈവാനുഗ്രഹം കൊണ്ടും ഇവർക്ക് സൈക്കിക് മീഡിയം ആവാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ ചില മനുഷ്യർക്ക് സോളുകളെ കാണാനും അവരുടെ പ്രസൻസ് തിരിച്ചറിയാനും അവരുടെ സ്മെല്ല് തിരിച്ചറിയാനും സാധിക്കുന്ന സിദ്ധികളുള്ള മനുഷ്യരുണ്ട്. എൻ്റെ ക്യാമ്പ് എന്താണെന്ന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞുതരാം. എൻ്റെ ക്യാമ്പ് എന്ന് പറയുന്നത് നിങ്ങളെ എങ്ങനെ ഏറ്റവും ബെറ്ററാക്കി മാറ്റാം, നിങ്ങളുടെ സോളിനെ എങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, നിങ്ങളിൽ എങ്ങനെ നിങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കാം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാം, നിങ്ങൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. 15-ാം തീയതി നടന്ന ക്യാമ്പുകളെല്ലാം പൊസഷൻ കേസുകൾ പുറത്തു വന്നു. 2 പേരെ സോൾ അറ്റാക്ക് ചെയ്തു. ഇത് പറയുമ്പോൾ എത്ര പേര് നമുക്ക് വിശ്വസിക്കും? ഈ കൂട്ടമായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ പ്രശ്നം എങ്ങനെയാണ് മാറുന്നത്? കാരണം ഞാൻ ചോദിക്കാൻ കാരണം ചിലൊരു ക്യാമ്പ് നടത്തിയ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വന്നു, അവർ വളരെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ സംശയം എപ്പോഴും അവിടെയാണ്, എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകൾക്ക് എനർജി പാസ് ചെയ്യാൻ കഴിയുന്നത്? ഒന്ന്, നമുക്ക് സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടൊന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്ക് ഒരാൾക്കൊരു ഹീലിംഗ് എനർജി പാസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനുള്ള എനർജി രൂപത്തിൽ നമുക്കൊരു പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര പേരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പായിട്ടൊരു പ്രോഗ്രാം നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കൺസൾട്ടേഷൻ കോൾ എടുക്കാനും എനിക്ക് ആളുകൾ കാണാനുള്ള സമയം എനിക്ക് നിലവിലില്ല. എനിക്ക് അത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ ഞാൻ പോകുന്നത്. എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള സമയം പോലും എനിക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആളുകളെല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുന്നത്, നെഗറ്റീവ് സോൾ ഇഷ്യൂസ്, മന്ത്രവാദം, കൂടോത്രം, കൈവശം തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്ന മനുഷ്യർ മാത്രമല്ല, ഈ നിൽക്കുന്ന മനുഷ്യർ കൃത്യമായിട്ട് ആദ്യം മാനസിക പ്രശ്നമാണെന്ന് കരുതി ഡോക്ടേഴ്സിനെ പോയി കണ്ട് മരുന്ന് കഴിച്ച് എന്നിട്ട് മാറാത്ത മനുഷ്യർ പിന്നെയും ഇവർ ഈ പറയുന്ന ഒരുപാട് മന്ത്രങ്ങളും പൂജകളും കർമ്മങ്ങളും എല്ലാം ചെയ്ത് ഒരുപാട് പൈസ കളഞ്ഞ മനുഷ്യരാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത്. അല്ല ഡയറക്റ്റ് എന്നെ കാണാൻ വേണ്ടി വരുന്ന ആരുമില്ല. എല്ലാം കഴിഞ്ഞ ശേഷം അവസാനത്തെ ഒരു പിടിവള്ളിക്കാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ തിരക്കുകൾ എനിക്കൊരു ദിവസം കൂടി പോയി 5-6 മാക്സിമം കൺസൾട്ടേഷൻ എടുക്കാനേ പറ്റുള്ളൂ. ഞാൻ എനർജി ബേസിൽ വീക്കായി പോകും. അറിയാലോ, നമുക്കൊരു ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ഹീലറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു അപകടവശമാണ് നമ്മൾ എനർജിയിൽ വീക്കായി പോകാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊരു ക്യാമ്പ് നടത്താം എന്നൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കുക, ഈ ഓരോ ആളുകളും വരുന്നതിന് പകരം ഒരു 25 പേരുടെ ഒരു ക്യാമ്പാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞാൽ മതി. ആളുകളുടെ സംശയങ്ങളും അവരുടെ ഹീലിങ്ങും എങ്ങനെയാണ് ഹീലിങ്ങിലോട്ട് പോകേണ്ടതെന്നും ഇതെന്താണ് സംഭവിക്കുന്നതെന്നും ശരിക്കും എന്താണെന്ന്, നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ പൈസ മുടക്കി പൂജകളും മന്ത്രങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോന്നും എന്ന് തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്ന് ആ ക്യാമ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റി. അത്ഭുതം എന്ന് പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ ക്യാമ്പിൽ സംഭവിച്ചു. കുറേ ആളുകൾക്ക് മാറ്റങ്ങളെന്നല്ല, അസുഖങ്ങൾ ഹീലായി എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വാലിറ്റി എന്താണെന്നും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അസുഖങ്ങൾ ഹീലാവുന്നതെന്നും എങ്ങനെയാണ് നെഗറ്റീവായ സോളുകൾ, ഈ പൊസഷൻ കേസുകൾ, ആത്മാക്കൾ, ഇവരുടെ ശല്യങ്ങൾ, കറുത്ത രൂപങ്ങൾ, ബാഡ് സ്മെല്ലുകൾ, ഈ പറയുന്ന ലൂസി ഡ്രീംസ്, ഇതെല്ലാം എന്താണെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഇവർക്ക് കിട്ടിയെന്നുള്ളതാണ്. ഇപ്പം തന്നെ ഇവർക്ക് ഹീലിംഗ് കിട്ടിയെന്നർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തി ഒരു കറുത്ത രൂപത്തെ കാണാം. ഉദാഹരണം ഞാൻ പറയാം, ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു സോളിനെ കണ്ടുകൊണ്ടിരിക്കുക. രാത്രി വരുന്നു, ഈ സോൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഈ പെൺകുട്ടി പേടിച്ച് പോകുന്നു. അപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കും ജീവിതത്തിൽ? ഈ പെൺകുട്ടി ഒരുപാട് ജ്യോതിഷന്മാരെ പോയി കാണും. ഒരുപാട് നല്ല ജ്യോതിഷന്മാരുണ്ട്, എങ്കിൽ പോലും തട്ടിപ്പ് കൂടുതലുള്ള കാലഘട്ടം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് മറ്റാരെങ്കിലും പോയി കാണും. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? മരുന്ന് കൊടുക്കും. ഓക്കെ, സംഭവം എന്താ? മറ്റെന്തെങ്കിലും ആയിരിക്കും വിഷയം. അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരാളെ ഒരു സ്പിരിച്വൽ ഹീലറെ കാണാൻ പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പൂജകൾ ചെയ്യേണ്ടി വരും. എങ്ങനെ പോലും 10,000-ന് മുകളിലേ പൂജകൾ ഉള്ളൂ, അതിനപ്പുറത്തൊന്നും ഇല്ല. ആക്ച്വലി എന്താ സംഭവിക്കുക, ഈ പെൺകുട്ടിയെ നമുക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റും. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോളുകളെ കാണുന്നതും ഈ പറഞ്ഞ ആത്മാക്കളുടെ പ്രസൻസ് അറിയുന്നതും സ്മെല്ല് അറിയുന്നതും ഒരു ദോഷമാണെന്ന് ആരോ പറഞ്ഞു വെച്ചു. അത് ദോഷമല്ല രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിദ്ധിയാണ്. നമ്മൾ ജനനം മുതൽ നമ്മുടെ മരണം വരെയും നമ്മൾ ഈ സിദ്ധിയിലൂടെ കടന്നു പോകുന്നത്. ഇതിനിടയിൽ നമുക്കിത് കട്ടായി പോകും എന്ന് പറയാൻ കടന്നു കഴിഞ്ഞാൽ, പല മനുഷ്യരും അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ കർമ്മം കൊണ്ടും അവരുടെ പിതാക്കന്മാരുടെ കർമ്മം കൊണ്ടും അവരുടെ ദൈവാനുഗ്രഹം കൊണ്ടും ഇവർക്ക് സൈക്കിക് മീഡിയം ആവാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില മനുഷ്യർക്ക് സോളുകളെ കാണാനും അവരുടെ പ്രസൻസ് തിരിച്ചറിയാനും അവരുടെ സ്മെല്ല് തിരിച്ചറിയാനും സാധിക്കുന്ന സിദ്ധികളുള്ള മനുഷ്യരുണ്ട്. ഈ സിദ്ധികളെയാണ് ഈ പറയുന്ന മറ്റു മനുഷ്യരുടെ അടുത്ത് പോകുമ്പോൾ അതെന്തോ പ്രശ്നമാണെന്ന് പറയുന്നത്. എന്നാലോചിക്കുക, നിങ്ങൾക്ക് സോളിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോളിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ശാപമുണ്ട് എന്നുള്ള വേടിലോട്ട് ഇവരെ കൺവേർട്ട് ചെയ്യും. ഇവർക്ക് എന്ത് പറ്റും? ഇവർ ഭയപ്പെട്ടു പോകും, ഇവർ പേടിച്ചു പോകും. കാര്യം കാണുന്നതിനുള്ള സത്യമാണ്. മനസ്സിലായോ? മരുന്ന് കഴിക്കും, മാറില്ല, മറ്റ് പലതും ചെയ്ത് നോക്കും, ഒരുപാട് പൂജകൾ ചെയ്യും. അതെങ്ങനെയാണ്
നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു സിദ്ധി എങ്ങനെ പൂജകൾ ചെയ്ത് മാറ്റി ആത്മാക്കളെ കാണുന്ന ഒരു സിദ്ധിയാണ്. ആത്മാക്കളെ കാണുന്ന ഒരു സിദ്ധിയാണ്, അതൊരു കഴിവാണ്. ഇതിനകത്ത് ഒരുപാട് വേരിയേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ആത്മാക്കളെ കണ്ടു എന്ന് കരുതി അവരുടെ കമ്മ്യൂണിക്കേഷൻ കിട്ടുമെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ അകത്ത്. പക്ഷേ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ദോഷങ്ങളും ഒരുപാട് അപകടങ്ങളും സാമ്പത്തികമായ ലോസുകളും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ. തിരിച്ച് ഒരു പ്രശ്നമില്ല, കാണുന്നത് മാത്രമേ ഉള്ളൂ, കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. അതിന് കൃത്യമായ രീതിയിലുള്ള പ്രോസസ്സുകൾ ചെയ്ത് കൃത്യമായി പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കാണുകയും കട്ട് ചെയ്ത് കളയാം, തുടരാം. എന്ന് ആലോചിക്കുക, ഒരു മനുഷ്യൻ്റെ സിദ്ധികളെ നമ്മളിവിടെ അസുഖമാക്കി മാറ്റി അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ മനുഷ്യൻ്റെ മാനസികമായ അവസ്ഥ മുതൽ കുളമാക്കി പ്രൊഫഷണൽ ലൈഫ് പോവും, കുടുംബപരമായിട്ട് പോവും. ഈ പറയുന്ന എന്താ പറയുക, ഈ വ്യക്തി വളരെ നെഗറ്റീവാണെന്ന് പറയാൻ തുടങ്ങും. ഇങ്ങനെ പോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സോളുകളെ ആത്മാക്കളെ കാണുന്ന മനുഷ്യരെ പറ്റി മാത്രം പറയുന്നത്. ഇനി ചില മനുഷ്യർ കമ്മ്യൂണിക്കേഷൻ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. അവരാണ് പലപ്പോഴും ഏതെങ്കിലും ഒരാൾ നടന്നു വരുമ്പോൾ നിനക്ക് ഇന്ന പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അമ്പലങ്ങളിലും പല പള്ളികളിലും ഇരിക്കുന്ന അച്ഛന്മാർക്കും ഈ സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ആളുകൾക്കും കാര്യങ്ങളെ പ്രവചിക്കാനുള്ളൊരു കഴിവുണ്ട്, സിദ്ധികളുണ്ട്. ഇവർക്ക് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ദേവിയാവാം, ജീസസ് ക്രൈസ്റ്റ് ആവാം, മാതാവാം, പുണ്യാളന്മാരാവാം, ഇവരാര് വേണമെങ്കിലും ആവാം. ഇത് ആക്ച്വലി സോൾ കമ്മ്യൂണിക്കേഷനാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സോളുകളാണ്, മനസ്സിലാക്കുക. പക്ഷേ അത് ദൈവിക ചൈതന്യമുള്ള സോളുകളാണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. തിരിച്ച് അപ്പോൾ അങ്ങനെയെങ്കിൽ തിരിച്ച് നെഗറ്റീവായ സോളുകൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കില്ലേ? അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ എന്ന് തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ഈ ദൈവങ്ങളെല്ലാം സോളുകളാണോ? അല്ലേ, സോൾ എനർജിയിലല്ലേ. സോൾ എന്ന് പറയുന്നത് എനർജി, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോൾ എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്, ഒരു എനർജിയുടെ ഫോർമേഷനാണ്. ആ എനർജിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കണം. കാരണം എന്താ, ഒരു തെറ്റായി ഇപ്പോൾ എൻ്റെ അടുത്തുനിന്ന് രാഹുലിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്തുനിന്ന് ഒരു സോൾ എനിക്ക് പറഞ്ഞുതരാം, പറഞ്ഞ് മൊത്തം ശരിയാണ്. അടുത്ത നിമിഷം എന്ത് പറ്റും? രാഹുൽ എന്നിൽ വിധേയപ്പെട്ടു പോകും. പിന്നെ ഞാൻ പറയുന്നത് രാഹുൽ അനുസരിക്കുന്നത് ആ ഒരു ട്രാപ്പ് ആലോചിച്ച് നോക്ക്. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു, എന്നിൽ എന്തോ കഴിവുണ്ടെന്ന് വിചാരിക്കുന്നു. രാഹുൽ പിന്നെ ഞാൻ പറയുന്ന കളയല്ല, രാഹുലിനെ ഞാൻ അനുസരിപ്പിക്കുന്നു. പിന്നെ രാഹുൽ കഴിഞ്ഞ് അടുത്ത ആളിലോട്ട് പോകുന്നു. ഇത് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറും ഈ സാധനം. അപ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. വളരെ ബേസിക് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരമുള്ള കാര്യങ്ങളോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ. അതിന് കൃത്യമായ കൺസൾട്ടേഷൻ കാണിച്ചെടുക്കണം. അപ്പം അങ്ങനെ ഒരാൾ നമ്മളോട് പറയുക നിങ്ങളുടെ കൂടെ ഒരു സോളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാം, അവിടെ നമ്മൾ എടുക്കേണ്ട പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ്? അതാണ് ഞാൻ പറയുന്നത്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആദ്യം തിരിച്ചറിയണം. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ആളുടെ അടുത്ത് പോയാലേ ഇത് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങളെ പേടിപ്പിക്കുന്ന 10,000, 10,000, 50,000 രൂപ പൂജയ്ക്ക് വാങ്ങുന്ന ആളുടെ അടുത്ത് പോകുന്ന കാര്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇത് ക്യാമ്പിൽ വന്നാൽ എങ്ങനെ അറിയാൻ പറ്റും? അതാണ്, ഈ ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ നമ്മൾ എനർജി, ഈ പറഞ്ഞ മെഡിറ്റേഷനും മൈക്രോ എനർജീസ് എല്ലാം പാസ് ചെയ്യുന്ന സമയത്ത് പൊസഷൻ കേസുകൾ പുറത്തു വരും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എനർജിയിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവരെന്താണ് അനുഭവിക്കുന്നത്, ഇവർ പൊസഷൻ കേസുകളാണോ, ഇവരെന്ത് പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ 15-ാം തീയതി നടന്ന ക്യാമ്പുകളെല്ലാം പൊസഷൻ കേസുകൾ പുറത്തു വന്നു. 2 പേരെ സോൾ അറ്റാക്ക് ചെയ്തു. ഇത് പറയുമ്പോൾ എത്ര പേരാണ് അത് വിശ്വസിക്കും? നമ്മളതിൻ്റെ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. കാരണം അത് അവരുടെ പ്രൈവസി കൺസേണിൻ്റെ ഭാഗമായിട്ടാണ്. പല ആളുകളും സോൾ അറ്റാക്ക് ചെയ്തു. എന്തുകൊണ്ടാണ്? കൂടിയ അളവിലുള്ള ഒരു പോസിറ്റീവ് എനർജി അവരുടെ ശരീരത്തിൽ ഡെവലപ്പ് ആവുകയോ മറ്റൊരാളിൽ നിന്ന്, ഇപ്പോൾ എന്നിൽ നിന്ന് ഒരു എനർജി അവരുടെ ബോഡിയിലോട്ട് പാസ്സാവുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിക്ക് ഇഷ്യൂ സംഭവിക്കും. ആ ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവർക്ക് പെയിനോ അല്ലെങ്കിൽ അവർക്ക് ഉപദ്രവോ രീതിയിലോട്ട് അവർ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഇത് പൊസഷൻ കേസാണ്, ഈ കേസുകൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്ന് വേണ്ടി അവർക്ക് എങ്ങനെയാണോ അവർക്കത് കൊണ്ടുപോകേണ്ടത് ആ ലെവലിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കും. അവർക്ക് വേണ്ടത് ധൈര്യമാണ്. ഞാൻ അതിനെ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്. ഞാനെന്നോ ഇതുമായി അവസ്ഥയിലുള്ള വരുന്ന മനുഷ്യരോ അവരെ ബിസിനസ്സാക്കി കൺവേർട്ട് ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അനുഭവം ഇല്ലാത്ത ഒരാളോടാണ് ഇത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്താന്ന് പറയുള്ളൂ. ആണല്ലോ, ഇത് കേൾക്കുന്ന പല മനുഷ്യർക്കും ഈ റോജിന് എന്തായി കിടന്ന് പറയുന്നതായിരിക്കും. അങ്ങനെയില്ല, ഇത് അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ ജീവിതം വളരെ ദുരിതത്തിലാണ്, ആത്മഹത്യയുടെ വക്കി പോയി നിൽക്കുക. എന്തു ആവട്ടെ ശരി. കാരണം ഞാൻ പറയാം, ഇപ്പം എൻ്റെ കാര്യം, ഞാൻ ഒന്നിനും വിശ്വസിക്കാത്ത ഒരാളാണ്. എനിക്ക് ഇന്നേ വരെ ഒരു അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പം പലപ്പോഴും പല കാര്യങ്ങളും വന്നാൽ എനിക്ക് വലിയ അനുഭവങ്ങളൊന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് എനർജി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്, അതായത് ഒരാളിൽ നിന്ന് എനർജി പാസ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത്, അന്ന് റോജിൻ ചേട്ടനെ ഞാൻ വെല്ലുവിളിച്ച് എന്നാൽ എന്നെ ഒന്ന് മെസ്മറിസം ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ചേട്ടൻ എനിക്ക് മെസ്മറിസം ചെയ്തിട്ട് അന്ന് കാണിച്ചത്. അന്ന് ഞാൻ ഉറങ്ങിയില്ല, തലവേദന എടുത്ത് വന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള എനർജി ബോഡി കൂടെ പോയി. അത് കഴിഞ്ഞ് വന്ന് ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു
എനർജി തള്ളി വരുന്ന പോലെ തോന്നാൻ തുടങ്ങി. പിന്നെ അത് ഓക്കെ ആയിട്ട് വന്നു. അപ്പോൾ അന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് എനർജി പാസ് ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ചേട്ടൻ പല ആളുകളെയും ഇപ്പോൾ ജസ്റ്റ് കൈകൊണ്ട്, ഞാൻ തന്നെ കളിയാക്കി പറയുമെങ്കിലും കൈകൊണ്ട് കാണിക്കുമ്പോൾ തന്നെ ഒരാൾ വീണ് പോകണമെങ്കിലോ അല്ലെങ്കിൽ തെറിച്ച് പോകണമെങ്കിലോ അവിടെ ഒരു ഫോഴ്സ് എന്തായാലും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിൽ വിശ്വസിച്ചത്. പക്ഷേ ആ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അതെങ്ങനെയാണ് എന്നാണ് എനിക്കിപ്പോഴും ഒരു അത്ഭുതം. ആലോചിച്ച് നോക്കുക, ഒന്ന് രാഹുലിന് തലവേദന വന്നത് എന്തുകൊണ്ടത് ഞാൻ പറഞ്ഞുതരാവേ. എന്ന് രാഹുൽ ഭയങ്കരമായിട്ട് ആദ്യം ഒന്ന് ഇത് എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ആദ്യം ഒന്ന് പിടിച്ചു വെക്കാൻ ശ്രമിച്ചു രാഹുൽ. ആദ്യം കുറച്ച് നേരം പിന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എനർജി കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ എനർജി കൂട്ടി പാസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. അതെ അതെ. പിന്നെ ഒരാൾ ഇപ്പോൾ അത് ഹിപ്നോട്ടിസത്തിന്റെ വേറൊരു ലെവലാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴാണെങ്കിലും പറയാതെ അല്ല, അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പലപ്പോഴും പല ഹിപ്നോട്ടിസുകൾ ഇവിടെ വന്നിട്ട് ഹിപ്നോട്ടിസം ചെയ്യാൻ നിന്നുണ്ട്. പക്ഷെ ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും എനിക്കത് വർക്കൗട്ട് ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനകത്തൊന്നും വിശ്വസിക്കാൻ ഇന്നേ വരെ പറ്റിയിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ വെല്ലുവിളിച്ചിട്ട് ചേട്ടൻ അത് ചെയ്തപ്പോൾ നമുക്ക് അന്നാണ് ഞാൻ അനുഭവിക്കുന്നത് ഒരു എനർജി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. നമ്മളിപ്പം ഈ കറങ്ങുന്ന വീലിൽ, അതായത് നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ ഇരിക്കുന്നത്, അപ്പം അതിനകത്ത് നിന്ന് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ വീഴുമ്പം നമുക്കുണ്ടാവുന്നത് അതേപോലെ ഹാർട്ട് ബീറ്റ് എല്ലാം ഡൗണായി കൂടി എനർജി പാസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം. അതുകൊണ്ടാണ് ഞാൻ മെസ്മറിസത്തിൽ വിശ്വസിച്ചത്. അപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടും ചേട്ടനെ വിശ്വസിച്ചിട്ടില്ല. പിന്നെ പതിയെ പതിയെ ചേട്ടൻ പലപ്പോഴും പല ആളുകളെയും ഹീൽ ചെയ്യുന്ന കാണുമ്പോഴും അപ്പം നമുക്കൊരു തോന്നലുണ്ടാവും ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്. ഇപ്പോഴും എനിക്ക് ആ ഒരു സയൻറ്റിഫിക് ബോധം ഉണ്ടായതുകൊണ്ട് എനിക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ഞാൻ കൗതുകത്തോടെയാണ്, ഇതിനേറെ ഞാൻ ഒരു കൗതുകത്തോടെയാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ് ആണെങ്കിൽ പോലും അവർ വന്നു, അവരെല്ലാവരും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു പറയുന്നു, എക്സ്പീരിയൻസ് പറയുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകമാണ്. ഇതെങ്ങനെയാണ് ഇത്രയും പേരിരിക്കുന്നു, അപ്പോൾ ഒരാളുടെ എനർജി ഇത്രയും പേർക്കും കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് വരുന്നത്, അല്ലെങ്കിൽ പൊസഷൻ കേസ്. ഞാൻ സത്യത്തിൽ ആ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ട്രാൻസ് സിനിമയില്ലേ, ട്രാൻസ് സിനിമയിൽ മറ്റേ ഫാദ് കാണിക്കുന്ന പോലെ ഇപ്പോൾ കൈയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ കുറേ പേര് തെറിച്ചു പോകുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളാണ് വരുന്നത്. പക്ഷെ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പറയും അതിൽ നിന്നുള്ള റിലീഫ്, അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ മെസ്മറിസം എന്ന് പറയുന്നൊരു ടൂള് മാത്രമാണ്. അതെങ്ങനെയാണ് ഒരു ടൂളാണ്, അത്രേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. മറ്റേ നമുക്ക് എനർജി നമ്മുടെ ബോഡിയിൽ വേണം. ഈ ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് ഒരുപാട് കാറ്റഗറി ആളുകളാണ് വരുന്നത്. എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം, മെഡിറ്റേഷൻ കൊണ്ട് അപകടങ്ങളുണ്ടായ ബുദ്ധിമുട്ടുണ്ടായ ഒന്ന് ആലോചിച്ച് പോകണം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നന്നാവാനും നശിച്ചു പോവാനും വളരെ സാധ്യത കൂടിയ ഒന്നുകൂടിയ മെഡിറ്റേഷൻ എനർജി ഉപയോഗിച്ചിട്ടുള്ള. പിന്നെ എനർജി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഹീലിംഗ് സംഭവിക്കുന്നത്, എങ്ങനെ ഇപ്പം അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ആലോചിച്ചോക്ക്. നമ്മൾ ഈ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു കൗൺസിലറിൻ്റെ മുന്നിൽ കൊണ്ടെടുത്ത് കഥ പറയുന്നത് ഒരു അർത്ഥമില്ല. അപ്പോൾ അമ്മമാർക്ക് തന്നെ അവർ ഹീൽ ചെയ്യാൻ പറ്റും. അവരുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും എനർജി ബേസിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ക്യാമ്പ് എന്താണെന്ന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞുതരാം. എൻ്റെ ക്യാമ്പ് എന്ന് പറയുന്നത് നിങ്ങളെ എങ്ങനെ ഏറ്റവും ബെറ്ററാക്കി മാറ്റാം, നിങ്ങളുടെ സോളിനെ എങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, നിങ്ങളിൽ എങ്ങനെ നിങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കാം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാം, നിങ്ങൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തത്? ഞാനിവിടെ ഒരു ഗൈഡഡ് മാത്രമാണ്, എനിക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ മാത്രം. എന്നിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ആ ക്യാമ്പ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, ഞാൻ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഈ പറയുന്ന രാമായണോ ഭഗവത്ഗീതയോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞതും എൻ്റെ അറിവുകളും കൊച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം എന്നും പറഞ്ഞ് ഞാൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പറയുന്നതോ ഞാനിവിടെ ചെയ്യുന്നതോ ഞാനല്ല എന്ന് പല പ്രാവശ്യം ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതന്നെ ഞാൻ അന്ന് ക്യാമ്പിലും പറഞ്ഞത്, ഇത് ഞാനല്ല, എനിക്കിത് ചെയ്യാനുള്ള കഴിവില്ല, ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളല്ല. പക്ഷേ എന്നിലൂടെ അത് സംഭവിക്കുന്നു. പലപ്പോഴും പല മനുഷ്യർക്കും ആലോചിക്കും, നമ്മൾ ഇപ്പോൾ എൻ്റെ ഈ മെഡിറ്റേഷൻ ക്യാമ്പ് എടുക്കുന്ന ഒരുപാട് പേർക്ക് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഞാനില്ല. അവരുടെ ഉള്ളിൽ അതിശക്തമായ ഒരു ആത്മാവുണ്ട്. ആ സോളിനെ ഉണർത്തുക എന്ന് പറയുന്നത് അവർ ചെയ്യേണ്ട പ്രോസസ്സാണ്. അവരെ ആ പ്രോസസ്സ് ചെയ്യാൻ പ്രാപ്തമാക്കുക, ആ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡൗട്ടുകളും ബാക്കി കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? അതല്ലാതെ നമ്മൾ പോയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി പറയുകയും നമ്മുടെ ബുദ്ധിമുട്ടുകളെ പറ്റി പറയും, നമ്മൾ കുറേ കരഞ്ഞ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല രാഹുൽ. ഇതൊന്നും നമുക്ക് പുറത്തു വരാൻ പറ്റില്ല. അത് നമ്മൾ ദൈവങ്ങളോട് കരഞ്ഞ് കാണിച്ചിട്ടും കാര്യമില്ല. നിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ നീ തിരിച്ചറിയാതെ നമ്മൾ എവിടെ പോയിട്ടും കാര്യമില്ല. നിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ നീ തിരിച്ചറിഞ്ഞ് ആ ശക്തിയെ നീ ഉണർത്തിയിട്ട് നീ എവിടെയും പൊക്കോ, നിനക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഇത് പറയാൻ കാരണം എന്താ,
നമ്മൾ വിചാരിക്കും നമ്മുടെ വീടിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ്, നമ്മൾ ഇരിക്കണതിൻ്റെ പ്രശ്നം ഒന്നുമല്ല. ഈ ഭൂമിയിൽ ഫുള്ളും ഒത്തിരിയധികം നെഗറ്റീവ് സോളുകളുണ്ട്, ഒത്തിരിയധികം ഈ പറയുന്ന നെഗറ്റീവ് എൻറ്റിറ്റികളുണ്ട്, എനർജീസ് ഉണ്ട്, നെഗറ്റീവ് എനർജീസ് ഉണ്ട്. എല്ലാം ഉള്ളൊരു വലിയൊരു അബണ്ടൻസിൽ നടക്കുന്ന നമ്മളിരിക്കുന്നത്. പല മനുഷ്യരും അവർ ജന്മനാലെ അവർ പ്രൊട്ടക്റ്റഡാണ്, പല മനുഷ്യരും പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പം നമ്മുടെ ഈ ക്യാമ്പിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് സ്പിരിച്വാലിറ്റി, എന്താണ് ഈശ്വരൻ, എന്താണ്, എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത എന്താണ്, എന്ത് ചെയ്യണം എന്നുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ആ ചെറിയ കാര്യങ്ങൾ ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ മുഴുവനും ഇവർ തെറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പ്രാർത്ഥന, ഇവർക്ക് ഇപ്പോഴും പ്രാർത്ഥിക്കാൻ ഇവർക്ക് അറിയില്ല, ഇവർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ അറിയില്ല, ഇവർക്ക് മന്ത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല, എനർജി എന്താണെന്ന് അറിയില്ല, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എനർജി വേരിയേഷൻ എന്താണെന്ന് അറിയാൻ പാടില്ല, ഇതൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ എന്ന് നമ്മുടെ അറിവില്ലായ്മേനെ നമുക്ക് തിരുത്താൻ പറ്റുന്നോ, അന്ന് നമുക്ക് ബോധോദയം വരും, അന്ന് മുതൽ നമുക്ക് ഹീലിംഗ് സ്റ്റാർട്ടാവും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? അതല്ലാതെ ഞാൻ അവിടെ വലിയ സംഭവം ചെയ്യുന്നതല്ല എൻ്റെ അർത്ഥം. തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് വന്നത് മുഴുവനും. പലപ്പോഴും ആ തെറ്റുകൾ, ഇതെല്ലാം നിങ്ങളുടെ തെറ്റുകളാണ്, ഇതിങ്ങനെ ചെയ്യരുത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. അത് നമുക്ക് നിർബന്ധമൊന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ക്യാമ്പിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്ന് ആലോചിക്കും, വളരെ പെട്ടെന്നാണ് നമ്മളെ ക്യാമ്പ് അനൗൺസ് ചെയ്തത്. 25 പേരുടെ സ്ലോട്ട് അറിയാലോ, നമ്മുടെ ആ ബാക്കിൻ്റെ സ്റ്റുഡിയോയിലാണ് നമ്മുടെ പ്രോഗ്രാം നടത്തിയത്. 25 പേർക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും അതിന് മുകളിലോട്ട് കയറിപ്പോയി 10-30 പേരോളം. അല്ല, അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം 31-ാം തീയതി അടുത്ത ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അന്ന് ഫില്ല് ചെയ്യാൻ പറ്റാത്ത ബാക്കിയുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ക്യാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? അതെ, അപ്പോൾ 15-ാം തീയതിയിലത്തെ ക്യാമ്പ് നമുക്ക് ഫില്ലായി. ഇപ്പോൾ ഈ മാസം ഓഗസ്റ്റ് 31-ാം തീയതി നമ്മളൊരു വലിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ ക്യാമ്പിൽ സോൾ ഇഷ്യൂ ഉണ്ടാവുന്ന, നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ആരോഗ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് വേണ്ട നെഗറ്റീവ് എനർജികളുമായി ബന്ധപ്പെട്ട, നെഗറ്റീവ് സോളുകളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ എങ്ങനെ നമുക്ക് കണ്ടെത്താം, എങ്ങനെ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങിയതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വളരെ ഗംഭീരമായൊരു അനുഭവം തരുന്ന ഒരു മെഡിറ്റേഷനും കൂടി അതിൻ്റെ അകത്താണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വലിയ ക്യാമ്പാണ്, സ്ലോട്ടുകൾ വളരെ കുറവാണെന്നാണ് എൻ്റെ ധാരണ അതിൻ്റെ അകത്ത്. അപ്പോൾ 31-ാം തീയതി താല്പര്യമുള്ളവർക്ക് ആ ക്യാമ്പിലോട്ട് വന്ന് ജോയിൻ ചെയ്യാം. നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് ക്യാമ്പ് നടത്തുന്നത്. അത്യാവശ്യം നല്ല ക്യാമ്പാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ക്യാമ്പ്. കാരണം കുറച്ചുകൂടി ഇവിടെ നമ്മുടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടി വലിയൊരു പ്ലേസിലാണ് നമ്മൾ നടത്തുന്നത്. ഇനി അടുത്ത ക്യാമ്പ് എവിടെയാണ്? കാലടിയിൽ വെച്ചിട്ടാണ് അടുത്ത ക്യാമ്പ് എടുക്കുന്നത്. രാഹുലെ, ഒന്നുമില്ല, ഒരുപാട് മനുഷ്യർ, ഞാൻ ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു പയ്യൻ എന്നെ കാണാൻ വേണ്ടി വരാം, ഭയങ്കര സങ്കടപ്പെട്ട് വരുന്നത്. 2 പിള്ളേരാണ് വരുന്നത്. അവൻ്റെ കാമുകി എന്തോ ഒരു വഴക്കിൻ്റെ പേരിൽ വഴക്കിട്ട് പോയി. 2 വർഷമായി. ആ കാമുകിനെ അവനെ തിരിച്ചു കൊണ്ടുവരണം. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. നമുക്കേ തമാശയുള്ളൂ, ഇത് അനുഭവിക്കുന്നവന് തമാശയില്ല അതിൻ്റെ അകത്ത്. അവനെ പെൺകുട്ടി തിരിച്ചു വരണം. അവൻ ഈ 2 വർഷം കൊണ്ട് അവനെ ആളുകൾ പറ്റിച്ചത് 7.5 ലക്ഷം രൂപ. ആദ്യം ഞാനൊന്ന് അതിശയിച്ചു. 7.5 ലക്ഷം രൂപ. അതെ ചേട്ടാ, ഇതാ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. 5, 6, 7 പേർക്കുമായിട്ട് ഇവൻ കൊടുത്തിരിക്കുന്ന പൈസയായി കാണുന്നത്. മറ്റേ പയ്യൻ കൊടുത്ത് 3 ലക്ഷം രൂപ. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പോയി പോത്തും തലയും കുതിരയുടെ കുളമ്പും തലയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ച് കളഞ്ഞിരിക്കുന്ന പൈസ. കരയാണ് അവൻ. ചേട്ടാ, എനിക്ക് ഉപദേശം വേണ്ട, എനിക്കറിയാം ഞാൻ വരുന്ന ഒരാൾക്ക് ഉപദേശം കൊടുക്കാറില്ല, നമ്മൾ അതിനുള്ള യോഗ്യതയുള്ള ആളുകളൊന്നുമല്ല ഞാൻ ഉപദേശിക്കാനൊന്നും. ഇതാണ് സിറ്റുവേഷൻ. എനിക്ക് അവരോട് പറയാം, മോനെ, ഒരു പെണ്ണിന് വേണ്ടി ജീവിതം കളയുന്നത് അങ്ങനെയല്ല. ആ പെൺകുട്ടി എന്ന് പറയുന്നത് അത് അവൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ്. അത് അവന് ഇമ്പോർട്ടൻ്റ്, അതിന് ഞാൻ എൻ്റെ ഇമ്പോർട്ടൻസ് അല്ല അവിടെ വിചാരിക്കണ്ടേ, മനസ്സിലായോ? അപ്പോൾ അത്രയും ലക്ഷം രൂപ കളഞ്ഞൊരു പയ്യൻ, അവൻ്റെ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? 2 വർഷമായിട്ട് അവൻ വേറൊരു റിലേഷൻഷിപ്പിനും പോവാതെ ഈ പെൺകുട്ടിയെ മാത്രം മനസ്സിൽ വിചാരിച്ച് എല്ലാവരും പറ്റിച്ചു. ഈ സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്ന ഈ മന്ത്രവാദികൾ എന്ന് പറയുന്ന, ഈ പറയുന്ന പൂജകൾ കർമ്മങ്ങളും ചെയ്യുന്ന ഈ ഫേക്കായിട്ട് നിൽക്കുന്ന എത്ര പേരെന്ന് പറയുമ്പോൾ ഈ ആളുകൾ മൊത്തം പറ്റിച്ചിരിക്കുന്നത്. ഇവൻ്റെ അവസാനം ഗതി എന്താ? ഇവൻ സൂയിസൈഡ് ചെയ്യും രാഹുൽ. ഈ പെൺകുട്ടീനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവനെ പുറത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഉത്തരവാദിത്തമില്ല. കാരണം എനിക്കൊന്നും കിട്ടിയിട്ട് എനിക്കൊന്നും തന്നിട്ടൊന്നുമല്ല. നമുക്കൊരു സങ്കടം. അവൻ്റെ ആ പ്രായത്തിൽ എന്ന് ആലോചിച്ചു, അവൻ്റെ ആ ഒരു 10-26 വയസ്സിൽ ഞാനും കടന്നു പോയിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്പ്. അപ്പോൾ എനിക്കറിയാം അവൻ്റെ പെയിൻ എന്താണെന്ന്, മനസ്സിലാവുന്നല്ലോ. ആ പെയിൻ ഞാൻ എൻ്റെ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, മക്കളെ ഇതാണ് കാര്യം, ഈ ജീവിതം ഇങ്ങനെ കളയാതെ അവന് നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയാം. ഈ തട്ടിപ്പുകൾ, ഈ വെട്ടിപ്പുകൾ അത് പ്രശ്നമാണ്. ഈ മനുഷ്യരെന്ന് ആലോചിക്കുക, എത്രയോ മനുഷ്യരെന്നറിയാമോ എൻ്റെ അടുത്ത് വരുന്നത്. എന്താണെന്ന കാര്യം എന്നറിയാമോ? ഈ പൂജയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു ഗതിയും പിടിക്കാത്ത, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത, അവസാനം ദൈവങ്ങൾ പ്രാർത്ഥന കേൾക്കാത്ത, ദൈവങ്ങളോട് വൈരാഗ്യം വിചാരിക്കുന്ന ഒരു 1 ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പൂജ ചെയ്യും. പൂജയായിട്ട് ഫലിച്ചില്ലെങ്കിൽ ഇവരോട് പറയും, അതെ നിങ്ങളുടെ പ്രശ്നമാണെന്ന് പറയും. നിങ്ങളുടെ കുറച്ച്
മറ്റേ പൂർവ്വജന്മത്തിലൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറയും. ഈ ജന്മത്തിലെ കാര്യം ക്ലിയർ ചെയ്യാതെ പൂർവ്വജന്മത്തിന് കയറി പിടിക്കാൻ എന്തുകൊണ്ടാണ് അറിയാമോ? പൂർവ്വജന്മം നമുക്കവർക്ക് അറിയില്ല. അതെ. നമുക്കറിയില്ലാത്തൊരു കാര്യം പറഞ്ഞ് നമ്മൾ ലോക്കായി പോയില്ലേ? ഒന്നുമില്ലാന്നേ. എന്താ റിയാലിറ്റി, റിയലൈസേഷൻ എന്താ? ആ കാര്യത്തിലൂടെ മുന്നോട്ട് പോവുക. നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റാൻ പറ്റും. നിങ്ങളെ മാത്രം വിശ്വസിക്കുക. നിങ്ങളെ വിശ്വസിക്കുന്നത് മാത്രമാണ് ഈശ്വരവിശ്വാസം. അല്ലാതെ നിങ്ങളിപ്പോൾ ഈശ്വരനെ വിശ്വസിക്കുന്ന ഈശ്വരവിശ്വാസമല്ല, അത് പക്കാ ബിസിനസ്സാണ്.